നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ട്വിങ്കിൾ ഗന്നയുടെ എ ഫീനിക്സ് റൈസസ് എന്ന പാഠഭാഗമാണ്. ഫീനിക്സ് റൈസസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു പദപ്രയോഗമാണ്. അതായത് പുരാണ ഈജിപ്തിലെ ഒരു പക്ഷിയാണ് ഫിനിക്സ്. പുനർജീവിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ സ്വന്തം ചാരത്തിൽ നിന്നും ഉയർത്തെണീക്കാൻ കഴിവുള്ള ആ ജീവിയെ പിന്നീട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യാശയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിജീവനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്നത്. അതിജീവനം, പ്രത്യാശ എന്നൊക്കെ ഇതിന്റെ അർത്ഥം. ഇത് എഴുതിയിട്ടുള്ളത് ട്വിങ്കിൾ ഗന്നയാണ്. 1990-കളിൽ ഹിന്ദി ചലച്ചിത്ര രംഗത്തെ പ്രമുഖ നടിയാണ് ട്വിങ്കിൾ ഗന്ന. വിവാഹശേഷം പിന്നീട് സിനിമ ഉപേക്ഷിച്ച് മിസ്സിസ് ഫണ്ണി ബോൺസ് എന്ന പേരിൽ കോളം എഴുതുന്നുണ്ട്. 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്റീരിയർ ഡിസൈനറായിട്ടും അറിയപ്പെടുന്നുണ്ട്. സാമൂഹിക സംരംഭകനായിട്ടുള്ള പത്മശ്രീ അരുണാചലം മുരുകാനന്ദത്തിന്റെ കഥയാണ് ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന് പറയുന്ന കഥാസമാഹാരം. ഈ ഒരു കഥയാണ് പിന്നീട് ഇന്ത്യയിലെ ദേശീയ അവാർഡ് നേടിയ പാഡ്മാൻ എന്ന സിനിമയ്ക്ക് ആധാരം. അപ്പൊ നമുക്ക് ഏതായാലും പാഠഭാഗത്തിലേക്ക് കടക്കാം. ബബ്ലു കെവാദ് ഹാഡ് ബീൻ ആൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡന്റ് അറ്റ് ബെസ്റ്റ്. അപ്പൊ ബാബ്ലു കെവാദ് ഒരു ഇൻഡിഫറൻറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇൻഡിഫറൻറ്റ് വെച്ചാൽ വളരെ താല്പര്യമില്ലാത്ത ഒരു ഉദാസീനനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയിരുന്നു എന്ന് പറയണം. ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ഹിസ് സയൻസ് ടീച്ചർ മിസ്സിസ് ശർമ്മ. പക്ഷെ ഇപ്പോഴും അവൻ തന്റെ സയൻസ് അധ്യാപികയായിട്ടുള്ള മിസ്സിസ് ശർമ്മയെ ഓർമ്മിക്കാറുണ്ട്. ആൻഡ് ദ എഗ് ഇൻക്യുബേറ്റർ ദാറ്റ് ഈ ഹാഡ് മെയ്ഡ് അണ്ടർ ഹെർ സൂപ്പർവിഷൻ. അതിന് കാരണം അവരുടെ മേൽനോട്ടത്തിലായിരുന്നു. എഗ് ഇൻക്യുബേറ്റർ ദാറ്റ് ഈ ഹാഡ് മെയ്ഡ്, അതായത് എഗിന്റെ ഇൻക്യുബേറ്റർ എന്ന് വെച്ചാൽ ഈ കോഴിമുട്ടയെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് അത് വിരിയിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അധ്യാപിക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കോഴിമുട്ട ഇൻക്യുബേറ്ററിനകത്ത് വിരിയിച്ചെടുക്കുന്നുള്ള ശാസ്ത്രീയമായുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ സയൻസ് എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യമൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പത്തിൽ നിന്നിരുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ കുട്ടിക്ക് ക്ലാസ്സിലൊന്നും അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിലും പരീക്ഷണങ്ങൾ, സയന്റിഫിക് എക്സ്പെരിമെന്റിലൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് വെൻ ബബ്ലുസ് ഫാദർ ഡൈഡ് ലിവിംഗ് ഹിസ് മദർ സ്ട്രഗ്ലിംഗ് ടു സപ്പോർട്ട് ഹെർ സ്മോൾ ഫാമിലി. അപ്പൊ ബബ്ലുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് അമ്മ തന്റെ ചെറിയ കുടുംബത്തെ പോറ്റാൻ പാടുപെട്ട സമയത്ത് ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു ഗെറ്റ് എ ജോബ് ആൻഡ് ഹെൽപ്പ് ഹെർ ഔട്ട്. അപ്പൊ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ഒരു ജോലി നോക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ബാധ്യതകൾ ആ കുട്ടിയുടെ മേലിൽ വന്ന് വീഴാനുണ്ടായിട്ടുള്ളത്. ഹി ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ് ഗെറ്റിംഗ് ടീ ഫോർ ദ ഓണർ. അപ്പൊ ബസ് ബോയ് എന്ന് വെച്ചാൽ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ബോയ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഒരു വർക്ക്ഷോപ്പിനകത്ത് ഒരു അസിസ്റ്റന്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഗെറ്റിംഗ് ടീ ഫോർ ദ ഓണർ, ഓണർക്ക് ചായ കൊണ്ടുകൊടുക്കുന്ന ജോലിയൊക്കെ ആയിട്ട് ചെറിയൊരു വരുമാനത്തിന് അവിടെ ജോയിൻ ചെയ്യണം. ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ് ടു ബിക്കമിങ് എ വെൽഡർ. പിന്നീട് അവിടെ ചെറുതായിട്ട് ആ വർക്ക്ഷോപ്പിൽ ചെറിയ വെൽഡിംഗ് ജോലികളൊക്കെ ചെയ്ത് അവന്റെ ആ ഒരു ജോലിയുമായിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ അവനൊരു വെൽഡർ ആയിട്ട് മാറുകയാണ്. ഗ്രാജുവലി ഹി ടുക്ക് ഓവർ ദ മോർഗേജ് ഓഫ് ദ വർക്ക്ഷോപ്പ്. ഗ്രാജുവലി എന്ന് വെച്ചാൽ പതിയെ പതിയെ ഹി ടുക്ക് ഓവർ ദ മോർഗേജ്. മോർഗേജ് എന്ന് വെച്ചാൽ പണയം എന്നാണ് അർത്ഥം. അപ്പോ ആ ഒരു ഷോപ്പിലെ പണയം അവൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ വർക്ക്ഷോപ്പൊക്കെ റൺ ചെയ്യുമ്പോൾ ഒരുപാട് മുതൽ മുടക്ക് വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാങ്കിനകത്തൊക്കെ എന്തെങ്കിലും പണയം വെച്ചിട്ടുണ്ടായിരിക്കും. ആ പണയത്തിനാണ് നമ്മൾ മോർഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ പണയത്തിന്റെ ചുമതല, അതിന്റെ റെസ്പോൺസിബിലിറ്റി അവന്റെ മേല് വന്ന് വീണു, അല്ലെങ്കിൽ അവൻ അത് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്, ഓഫ് ദ വർക്ക്ഷോപ്പ്. അങ്ങനെ ആ വർക്ക്ഷോപ്പിന്റെ ചുമതലകൾ മുഴുവൻ അവനെ ഏറ്റെടുത്തു. ആഫ്റ്റർ ദാറ്റ് പിന്നീട് ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്, ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി. അങ്ങനെ അവന് സ്വന്തമായിട്ട് ആ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി വളരാൻ തുടങ്ങി എന്ന് പറയുന്നത്. ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ്. ബബ്ലുവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഗൗരിയും തമ്മിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്ന് പറയുന്നത്. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ്, ഒരൊറ്റ തവണയെ കണ്ടുള്ളൂ പരസ്പരം, എന്നിട്ട് അവർ അറേഞ്ച് മാരേജിന് തയ്യാറായി എന്ന് പറയുന്നത്. ബ്രീഫ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദെയർ ഫാമിലീസ്. രണ്ട് കുടുംബത്തിന്റെയും പ്രസൻസിൽ ഇവർ രണ്ടുപേരും വിവാഹിതരായി എന്നാ പറയുന്നത്. വൺ മോർണിംഗ് ബബ്ലുസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വർ ഡ്രിങ്കിങ് ടീ. ഒരു ദിവസം ബബ്ലുവിന്റെ അമ്മയും അതുപോലെ തന്നെ ഇളയ സഹോദരിയായിട്ടുള്ള ഷാലുവും ചായ കുടിക്കുകയായിരുന്നു. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്. ഈ സമയത്ത് അയാളുടെ ഭാര്യയെ നോക്കുന്നുണ്ട്. ബബ്ലു സാൻഡോർ ഔട്ട് ടു ദ ബാക്ക് പോർച്ച്. അപ്പൊ ഭാര്യ അന്വേഷിച്ച് ബബ്ലു ആ പിൻവശത്തെ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു പറയാണ്. സാൻഡോർ എന്ന് വെച്ചാൽ വാക്ക് ഇൻ റിലാക്സ് എന്നാണ്, വളരെ ശാന്തമായിട്ട് നടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭാര്യ അന്വേഷിച്ച് വീടിന്റെ പിറകിലൂടെ നടക്കുകയായിരുന്നു ബബ്ലു. ഈ സോ ഗൗരി വാക്കിംഗ് ഹറിഡ്ലി ടുവാർഡ്സ് ദ ബാത്റൂം. പെട്ടെന്നാണ് തന്റെ ഭാര്യയായിട്ടുള്ള ഗൗരി ബാത്റൂമിലേക്ക് വേഗത്തിൽ, ഹറിഡ്ലി എന്ന് വെച്ചാൽ വേഗത്തിൽ പോകുന്നത് കണ്ടത്. ഹോൾഡിംഗ് എ റാഗ് ഇൻ ഹെർ ഹാൻഡ്. അവളുടെ കയ്യിൽ ചെറിയൊരു തുണി ഉണ്ടായിരുന്നു. റാഗ്സ് എന്ന് വെച്ചാൽ പഴന്തുണി എന്നാണ് അർത്ഥം. ഹി കെയിം ടു നോ
ഫ്രം ഹെർ ദാറ്റ് വിമൻ യൂസ്ഡ് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. അപ്പോഴാണ് അവളിൽ നിന്ന് അയാൾ തിരിച്ചറിയുന്നത് സ്ത്രീകള് സാനിറ്ററി നാപ്കിൻസിന് പകരമായിട്ട് പഴയ തുണികളാണ് ഉപയോഗിക്കുന്നതെന്ന്. അവരുടെ മെൻസസ് സമയത്ത് ബ്ലീഡിങ് തടയാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് പഴംതുണികളാണ്. ദാറ്റ് ഈവനിങ് ഓൺ ഹിസ് വേ ബാക്ക് ഫ്രം ദ വർക്ക്ഷോപ്പ്, അന്ന് വൈകുന്നേരം വർക്ക്ഷോപ്പിൽ നിന്ന് മടങ്ങുമ്പോൾ ബബ്ലു ഡിസൈഡഡ് ടു സർപ്രൈസ് ഗൗരി വിത്ത് എ ഗിഫ്റ്റ്. അപ്പൊ ഗൗരിയെ ഒരു സമ്മാനം നൽകിയിട്ട് അത്ഭുതപ്പെടുത്താനായിട്ട് ബബ്ലു തീരുമാനിച്ചു. ഹി വെന്റ് ടു എ സ്മാൾ സ്റ്റോർ, അവനൊരു ചെറിയൊരു കടയിൽ പോയി. ദ സ്റ്റോർ കീപ്പർ ക്വിക്ലി റാപ്പ് ദ നാപ്കിൻ പാക്ക് ഇൻ എൻ ഓൾഡ് ന്യൂസ് പേപ്പർ. അപ്പൊ കടയിൽ പോയിട്ട് നാപ്കിൻസ് വാങ്ങിക്കാനാണ് പോയിട്ടുള്ളത്. കാരണം ഇപ്പൊ തന്റെ ഭാര്യ ഇനി പഴയ തുണി ഉപയോഗിക്കേണ്ട, പകരം നാപ്കിൻസ് ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ച് കടയിൽ പോയിട്ട് നാപ്കിൻസ് വാങ്ങിക്കണം. അവിടെ ചെന്ന സമയത്ത് ദ സ്റ്റോർ കീപ്പർ ക്വിക്ലി റാപ്പ് ദ നാപ്കിൻ പാക്ക് ഇൻ എൻ ഓൾഡ് ന്യൂസ് പേപ്പർ. അപ്പൊ കടക്കാരൻ വേഗത്തിൽ തന്നെ ആ നാപ്കിൻ പാക്ക് ഒരു പഴയ പത്രത്തിൽ പൊതിഞ്ഞിട്ട് കൊടുക്കുകയാണ്. റാപ്പ് എന്ന് വെച്ചാൽ ചുറ്റുക എന്നർത്ഥം. ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് അറ്റ് ദ എക്സോബിറ്റൻ പ്രൈസ്. എക്സോബിറ്റൻ എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള. അപ്പൊ നാപ്കിൻസിന്റെ അമിതമായിട്ടുള്ള വില കേട്ട് ബബ്ലു ഞെട്ടി എന്നാ പറയുന്നത്. സ്റ്റാർട്ടിൽ എന്ന് വെച്ചാൽ ഞെട്ടുക. ബട്ട് ഡ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 റുപ്പീസ്. അതായത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കേണ്ട അത്യാവശ്യം ഒരു കാര്യമാണ്, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിഫുള്ളി കടമ എന്ന രീതിയിൽ പെയ്ഡ് ഹിം 40 റുപ്പീസ്, 40 രൂപ അവിടെ അടച്ചു. കൃത്യമായിട്ട് 40 രൂപ അടച്ചു. ഹി അൺറാപ്ഡ് ദ പാക്കറ്റ് ആൻഡ് എക്സാമിൻഡ് ദ പാഡ്. അങ്ങനെ അവൻ ആ പൊതി അഴിച്ചിട്ട് പാഡ് ഒന്ന് പരിശോധിച്ച് നോക്കി. ഇറ്റ് സീം ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്ഡ് ഇൻ എ ഗോസ് ഷീറ്റ്. ഗോസ് എന്ന് വെച്ചാൽ നേർത്ത തുണി എന്നാണ് അർത്ഥം. അപ്പൊ അതൊരു നേർത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു സാധാരണ പഞ്ഞി മാത്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിയണം. അത് ഇങ്ങനെ പരിശോധിച്ച സമയത്ത് അത് പ്ലെയിൻ കോട്ടൺ ആണ്, അതിന് ചുറ്റും ഒരു നേർത്ത തുണി ചുറ്റിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം. എന്നിട്ട് ആ പാഡ് തന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു, ഉള്ളനടിയിൽ ഇങ്ങനെ വെച്ചു. ട്രൈങ് ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദ പാഡ്. എന്നിട്ട് ആ പാഡിന്റെ അപ്രോക്സിമേറ്റ് ഏകദേശം വെയിറ്റ്, ഭാരം ഇങ്ങനെ കണക്കൂട്ടാണ്. ചില വസ്തുക്കൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഭാരം നോക്കില്ല, അതേപോലെ ആ പാഡ് കയ്യിന്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കനം നോക്കുകയാണ്. 10 grams ഹി സെഡ് ടു ഹിംസെൽഫ്. ഏകദേശം ഒരു 10 ഗ്രാം ഉണ്ടായിരിക്കും എന്ന് അയാളോട് തന്നെ പറയാണ്, ചിന്തിക്കുകയാണ്. ഹാവിംഗ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ yarn, ഹി ന്യൂ ദാറ്റ് 10 grams ഓഫ് കോട്ടൺ വുഡ് ബെയർലി കോസ്റ്റ് 10 പൈസ. അപ്പൊ തന്റെ അച്ഛൻ ഈ പരുത്തിനൂലുകളുമായിട്ട് പ്രവർത്തിക്കുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ ഇവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹി ന്യൂ ദാറ്റ്, അയാൾക്ക് അറിയാം, 10 grams ഓഫ് കോട്ടൺ വുഡ് ബെയർലി കോസ്റ്റ് 10 പൈസ. 10 ഗ്രാം പരുത്തിക്ക് 10 പൈസ പോലും വില വരില്ലെന്ന് അവനറിയാം, കാരണം അച്ഛനൊക്കെ അത് മുമ്പ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ബട്ട് ഹിയർ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. പക്ഷെ ഇവിടെ അവൻ ഓരോ പാഡിനും 4 രൂപ വെച്ച് നൽകുകയായിരുന്നു. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദ പോക്കറ്റ്. അങ്ങനെ അവൻ പാഡ് തിരികെ പാക്കറ്റിൽ വെക്കുകയാണ്. ബാക്ക് ഹോം, തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ബബ്ലു രഹസ്യമായിട്ട് ആ പാക്കറ്റ് ഭാര്യയായിട്ടുള്ള ഗൗരിക്ക് കൈമാറുകയാണ്. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. പക്ഷെ ഇത് കണ്ടിട്ട് ഗൗരിക്ക് സന്തോഷമായിട്ടില്ല. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ടഡ് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത്, ദെൻ ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ, വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്. അപ്പൊ സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരി എന്നുള്ള രീതിയിൽ ഭാര്യ ഭർത്താവിനോട് പറയാണ്. ഷാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബ്ലുവിന്റെ സഹോദരിയാണ്. അപ്പൊ ഞാനും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഷാലുവും സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത്. അപ്പൊ ഞാനും ഷാലുവും എല്ലാ മാസവും ഈ പാക്കറ്റുകൾ വാങ്ങാൻ തുടങ്ങിയാല്, then later on curd and ghee, we will not even have enough money to buy milk. അപ്പൊ എല്ലാ മാസവും ഈ പാഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തൈരും നെയ്യും പോകട്ടെ, പാല് വാങ്ങാൻ പോലും നമുക്ക് പണം ഉണ്ടാവില്ല എന്ന് പറയാണ്. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹർ ഡിജക്റ്റഡ്ലി. ഡിജക്റ്റഡ്ലി എന്ന് വെച്ചാൽ വളരെ നിരാശയോട് കൂടിയിട്ട് അവളെ നോക്കുകയാണ്. ബട്ട് ഹി ദെൻ ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട്. പക്ഷെ അവൻ ഒരു പുതിയ ഒരു പദ്ധതി തുടങ്ങാൻ തീരുമാനിച്ചു. ഹി പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്, എ നീഡിൽ ആൻഡ് സം ത്രെഡ്, കോട്ടൺ ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. അങ്ങനെ അവന്റെ ബാഗിൽ നിന്നും ഒരു കത്രികയും സൂചിയും നൂലും പഞ്ഞിയും തുണിയും ഒക്കെ പുറത്തേക്ക് എടുക്കണം. ഹി ബിഗാൻ ഫ്ലാറ്റനിങ് ദ കോട്ടൺ. ആ പഞ്ഞി ഇങ്ങനെ പരത്താൻ തുടങ്ങി. ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്, തന്റെ കൈകളുടെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ആ പഞ്ഞി ഇങ്ങനെ പരത്താൻ തുടങ്ങി. ആസ് ഇഫ് ഹി വേർ സ്പ്രെഡിങ് ഔട്ട് ഡോ ടു മേക്ക് എ ചപ്പാത്തി. ഡോ എന്ന് വെച്ചാല് കുഴയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ചപ്പാത്തിക്ക് മാവ് പരത്തുന്ന പോലെ ഇവൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആ തുണി ഇങ്ങനെ, ആ കോട്ടൺ ഇങ്ങനെ പരത്തുകയാണ്. Within 24 hours of first touching a sanitary napkin, Bablu had managed to make his own. അങ്ങനെ ഒരു സാനിറ്ററി നാപ്കിൻ ആദ്യമായിട്ട് സ്പർശിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബബ്ലു സ്വന്തമായിട്ട് ഒന്ന് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്ന് പറയണം. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ വൺ, ഹാസ് ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദ ബ്രാൻഡ്സ്. അപ്പൊ എന്നാൽ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവനൊരു ഉപയോഗപ്രദമല്ലാത്ത ഒരു പാഡാണ് ഉണ്ടാക്കിയത്. കാരണം ഉപയോഗിക്കുന്ന ഒന്നല്ല ഉണ്ടാക്കിയത്.
Months passed and Bablu procured different qualities of cotton and other materials to make pads. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ബബ്ലു പാഡുകൾ ഉണ്ടാക്കാൻ വിവിധ തരം പഞ്ഞിയും മറ്റു വസ്തുക്കളും ശേഖരിച്ചു എന്ന് പറയാണ്. പ്രൊക്യൂർഡ് എന്ന് വെച്ചാൽ ശേഖരിക്കുക, സംഭരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. He continued his experiments, knowing that most women used unclean rags instead of sanitary napkins as they could not afford them. സാനിറ്ററി നാപ്കിനുകൾ വാങ്ങാൻ കഴിയാത്തത് കൊണ്ട്, പണമില്ലാത്തത് കൊണ്ട് മിക്ക സ്ത്രീകളും വൃത്തിയില്ലാത്ത തുണികളാണ് ഉപയോഗിക്കുന്നതെന്ന് ബബ്ലു മനസ്സിലാക്കി. അപ്പൊ അഫോർഡ് വെച്ചാൽ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ചെലവ് വഹിക്കാൻ കഴിവുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഹി ആൾസോ ന്യൂ ദാറ്റ് ദിസ് മെയ്ഡ് ദം പ്രോൺ ടു ഡിസീസ്. ഇത് അവരെ രോഗങ്ങൾക്ക് അടിമകളാക്കുന്നുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. നോ വൺ എൽസ് അപ്പിയർഡ് ടു ബി ബോതേർഡ് ബൈ ദിസ്. അപ്പൊ മറ്റൊരാളും ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അസ്വസ്ഥരാകുന്നില്ല എന്നാ പറയുന്നത്. ഹി ലുക്ഡ് അറ്റ് ദ ലിറ്റിൽ ഗേൾസ് റണ്ണിങ് അറൌണ്ട് ദ നൈബർഹുഡ്. അപ്പൊ തന്റെ അയൽപ്പക്കത്ത് ഓടിക്കളിക്കുന്ന കൊച്ചു പെൺകുട്ടികളെ അയാൾ നോക്കുകയാണ്. ദേ കുഡിൻ ഈവൻ ബൈ എ ഗുഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. അവർക്കൊരു നല്ല ചെരുപ്പ് വാങ്ങാൻ പോലും കഴിയില്ല എന്ന് മനസ്സിലായി. ഹൗ കുഡ് ദേ എവർ അഫോർഡ് ടു ബൈ സാനിറ്ററി പാഡ്സ് മന്ത് ആഫ്റ്റർ മന്ത്. പിന്നെ എങ്ങനെ അവർക്ക് എല്ലാ മാസവും സാനിറ്ററി പാഡുകൾ വാങ്ങാൻ കഴിയുന്നുള്ള ഒരു ചിന്ത ബബ്ലുവിന്റെ മനസ്സിൽ വന്നു. However, his experiments and his obsession caused some unrest even in the family. Obsession എന്ന് വെച്ചാൽ അഭിനിവേശം, അൺട്രസ്റ്റ് എന്ന് വെച്ചാൽ അസ്വസ്ഥത. അപ്പൊ എന്നിരുന്നാലും അവന്റെ പരീക്ഷണങ്ങളും അതിനോടുള്ള അവന്റെ അഭിനിവേശവും കുടുംബത്തിൽ പോലും അസ്വസ്ഥതകൾക്ക് കാരണമായി എന്ന് പറയണം. His mother beseeched him to stop the experiments, saying that the whole family would be disgraced by his sordid interest in women's menstrual cycles. Sordid എന്ന് വെച്ചാൽ വൃത്തികെട്ട, ബിസീച്ചഡ് എന്ന് വെച്ചാൽ അപേക്ഷിക്കുക. സ്ത്രീകളുടെ ആർത്തവ ചക്രത്തെ പറ്റിയുള്ള അവന്റെ ആ വൃത്തികെട്ട താല്പര്യം കാരണം കുടുംബത്തിന് മുഴുവൻ മാനക്കേട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനോട് ഈ പരീക്ഷണങ്ങൾ നിർത്താൻ അപേക്ഷിക്കുകയാണ് ചെയ്തത്. ദ ന്യൂസ് വാസ് ഗ്രാജുവലി സ്പ്രെഡിംഗ് ഇൻ ദ വില്ലേജ്. അപ്പൊ ഈ വാർത്ത ഗ്രാമത്തിൽ പതിയെ പരക്കുകയും ആൻഡ് ദ വില്ലേജേഴ്സ് എൻടാങ്കിൾ ദ ഹോൾ ഫാമിലി ഇൻ എ മെഷ് ഓഫ് കോഴ്സ് വിസ്പേഴ്സ് ആൻഡ് റൂഡ് ഗ്ലാൻസസ്. ഗ്രാമവാസികൾ ആ കുടുംബത്തെ മുഴുവൻ പരുഷമായിട്ടുള്ള അടക്കം പറച്ചിലുകളിലും അല്ലെങ്കിൽ മോശമായ നോട്ടങ്ങളിലും കുടുക്കി എന്ന് പറയണം. അപ്പോ ഗ്രാമീണവാസികളൊക്കെ ഇവരെ കുടുംബത്തെ കാണുമ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്നാ പറയുന്നത്. അപ്പൊ കോസ് എന്ന് വെച്ചാൽ പരുഷമായിട്ടുള്ള, എൻടാങ്കിൾ എന്ന് വെച്ചാൽ അകപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെന്റ്സ്. അപ്പൊ തന്റെ പരീക്ഷണങ്ങൾ നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ബബ്ലു കുറച്ചു കാലം വിഷമത്തിലായിരുന്നു അല്ലെങ്കിൽ വിഷാദത്തിലായിരുന്നു പറയണം. But he devises an idea to conduct experiments on himself rather than others. അപ്പൊ എന്നാൽ മറ്റുള്ളവരിലല്ല തന്നിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്താൻ അവനൊരു വഴി കണ്ടെത്തി എന്നാ പറയുന്നത്. ഡിവൈസ്ഡ് എൻ ഐഡിയ എന്ന് വെച്ചാൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ആശയം കണ്ടെത്തി എന്ന് പറയണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട് ഹി കളക്ടഡ് സം ബ്ലഡ്. അപ്പൊ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ അവൻ കുറച്ച് രക്തം ശേഖരിച്ചു. യൂസിങ് എ റബ്ബർ ട്യൂബ് ഹി എക്സ്പെരിമെന്റഡ് വിത്ത് ദ നാപ്കിൻസ് ഹിംസെൽഫ്. ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് അവൻ തന്നെ നാപ്കിനുകളിൽ പരീക്ഷണം നടത്തി എന്ന് പറയാണ്. കാരണം ഗ്രാമത്തിലെ സ്ത്രീകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരൊക്കെ ഒറ്റപ്പെടുത്തുകയാണ്, ആരും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, വളരെ മോശമായ ഒരു കാര്യമായിട്ട് ജനങ്ങൾ കരുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പരീക്ഷണം നടത്തേണ്ടത് തന്നെത്താനെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സ്വയം ഈ പരീക്ഷണത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് അവൻ തന്നെ നാപ്കിനുകളിൽ പരീക്ഷണം നടത്തുകയാണ്. വൺ ഡേ ലത ഹിസ് നൈബർ പരുൾസ് ഡോട്ടർ ഹാപ്പൻ ടു സീ ദിസ്. അപ്പൊ ഒരു ദിവസം അവന്റെ അയൽക്കാരിയായിട്ടുള്ള പരുളിന്റെ മകള് ലത ഇത് കാണാനിടയായി എന്ന് പറയണം. ദ നെക്സ്റ്റ് ഡേ ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ് സ്പ്രെഡ് ഓവർ ദ സ്മാൾ ടൗൺ. അടുത്ത ദിവസം ആ ഒരു ചെറിയ പട്ടണത്തില് ഒരുപാട് റൂമേഴ്സ്, ഓരോ ആരോപണങ്ങൾ അല്ലെങ്കിൽ കിംവദന്തികൾ പരന്നു എന്ന് പറയണം. അണേബിൾ ടു ബിയർ ദ ഹ്യൂമിലിയേഷൻ. ഹ്യൂമിലിയേഷൻ എന്ന് വെച്ചാൽ അപമാനം സഹിക്ക വയ്യാതെ ബബ്ലുസ് വൈഫ് ലെഫ്റ്റ് ഹിം. ബബ്ലുവിന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയണം. അപ്പൊ ഇതിന് കാരണം എന്താ വെച്ചാൽ ഇയാള് വളരെ ജെന്യൂനായിട്ട് ഈ പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് അയൽവാസിയായിട്ടുള്ള പാറൂളിന്റെ മകൾ ലത ഇത് കാണാനിടയായ സമയത്ത് വളരെ മോശമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അവസാനം സ്വന്തം ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോവാണ്. ഷീ സെഡ് ഷീ വുഡ് ഓൺലി റിട്ടേൺ വെൻ ഹി ഗേവ് അപ്പ് ഹിസ് മാഡ്നസ്. ഗേവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ഭാര്യ പോയ സമയത്ത് പറഞ്ഞ കാര്യമാണ്. ഷീ സെഡ് ഷീ വുഡ് ഓൺലി റിട്ടേൺ. അവൾ ഇനി ഒരിക്കൽ മാത്രമേ തിരിച്ചു വരുള്ളൂ. എപ്പോ? വെൻ ഹി ഗിവ് അപ്പ് ഹിസ് മാഡ്നസ്. അവന്റെ ഭ്രാന്ത് ഉപേക്ഷിച്ചാൽ മാത്രമേ താൻ തിരിച്ചു വരൂ എന്ന് അവൾ പറഞ്ഞു. ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട്. അപ്പൊ അവന്റെ അമ്മയും അവളെ പിന്തുടർന്നു എന്ന് പറയാണ്. കാരണം അമ്മയ്ക്കും അതുപോലെ തന്നെ ബബ്ലുവിന്റെ ഭാര്യയ്ക്കൊക്കെ ഒരേ അഭിപ്രായം ഉള്ളത്, ഇയാൾ ചെയ്യുന്നത് വളരെ മോശമായ കാര്യം എന്നാണ് അവർക്ക് അഭിപ്രായം. He had lost his wife, his family, his friends and money that he could not afford to waste.
all in pursuit of the sanitary pad project. അപ്പൊ സാനിറ്ററി പാഡ് പ്രൊജക്ടിന് വേണ്ടിയിട്ട് അവന് ഭാര്യയെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒക്കെ പാഴാക്കാൻ കഴിയാത്ത പണം ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയണം. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ ഹൂസ് ലൈഫ് ഹാഡ് ബീൻ റിപ്ഡ് അപ്പാർട്ട്. അപ്പൊ റിപ്ഡ് എന്ന് വെച്ചാൽ കീറിക്കളയാ, തകർന്നു പോവാന്നൊക്കെ അർത്ഥം. അപ്പൊ ബബ്ലു ഒരു സാധാരണ വെൽഡർ ആയിരുന്നു, അവന്റെ ജീവിതം തകർന്നു പോയി എന്ന് പറയണം. ആൻഡ് ഓൾ ബിക്കോസ് ഹി ഹാഡ് വാണ്ടഡ് ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്. അപ്പൊ ഇതിനെല്ലാം കാരണം അവൻ ഗൗരിക്ക് ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിച്ചത് കൊണ്ടാണെന്ന് പറയണം. എ ഗിഫ്റ്റ് ഫോർ ആൾ പുവർ വുമൺ ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. അതായത് ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ആ ഒരു സമ്മാനം എന്ന് പറയുന്നത് ഗ്രാമത്തിലെയും പുറത്തുള്ള എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും ഉള്ള ഒരു സമ്മാനമായിരുന്നു. പക്ഷേ അതിനുള്ള പ്രയത്നത്തിനിടയിൽ സ്വന്തം വീട്ടുകാരും സ്വന്തം ഭാര്യയും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഒറ്റപ്പെടുത്തി എന്ന് പറയണം. ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ശരീര ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വില കുറഞ്ഞ ആർത്തവകാല നാപ്കിനുകൾ ഉണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു കണ്ടെത്തലിന് മുമ്പായിട്ട് ഇദ്ദേഹം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്നത്. ഏതൊരു ചാരത്തിൽ നിന്നും അല്ലെങ്കിൽ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്നതാണ് ഇത് തെളിയിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു യന്ത്രം ഗ്രാമീണ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രചരിപ്പിച്ച മുരുകാനന്ദം സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ബഹുമാനിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ചെന്നൈ IITയുടെ ഇന്നൊവേഷൻ പുരസ്കാരം വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 2014 ഇറങ്ങിയ ടൈം മാഗസിന്റെ ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം കണ്ടെത്തിയ ഒരു ഭാരതീയനുമാണ് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്നത്.